CMRL എക്സാലോജിക് കേസിൽ ഇഡിയുടെ പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലും പരിശോധന തുടരുകയാണ്. വാടക വീടിന് മുന്നിൽ ഇഡി റെയ്ഡ് നടക്കുന്നതിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ പോലീസുമായി വാക്കേറ്റം നടക്കുകയാണ്. CPMന്റെ പ്രമുഖ നേതാക്കൾ സ്ഥലത്തുണ്ട്. പ്രവർത്തകരും തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇഡി ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിയുമായിട്ടാണ് CPM പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നത്. സ്ഥലത്തിപ്പോൾ സംഘർഷാവസ്ഥയാണ് ഉള്ളത്. രാവിലെ മുതൽ തന്നെ റെയ്ഡ് തുടങ്ങിയിരുന്നു. വീണ വിജയനെയും ഇഡി ചോദ്യം ചെയ്യുകയാണ്. പിണറായി വിജയനിൽ നിന്നും മൊഴിയെടുത്തേക്കുമെന്ന സൂചനകൾ വരുന്നു. ഒപ്പം പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. മൊത്തം 12 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത്. ഇന്നലെയാണ് ഹൈക്കോടതി ഇഡി അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കിയത്. തുടർന്നാണ് ഇഡിയുടെ റെയ്ഡ് തുടങ്ങിയത്. ഇപ്പോൾ വി ശിവൻകുട്ടി സംസാരിക്കുന്നു. പ്രവർത്തകരോട് ശാന്തമാകുവാൻ നേതാക്കൾ ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് ഇഡിയുടെ ഈ റെയ്ഡ് എന്നാണ് CPM നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നത്. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ ഇതിനുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര പിന്നാലെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നതെന്നുമാണ് CPMന്റെ പ്രധാനപ്പെട്ട ആരോപണം. CPMന്റെ പ്രമുഖ നേതാക്കൾ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ റെയ്ഡിനെതിരെ പ്രതിരോധം തീർക്കുന്ന CPMനെയാണ് കാണുന്നത്. അതേസമയം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡ് എന്ന രീതിയിലാണ് ഇഡി വൃത്തങ്ങളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL എന്ന കമ്പനിയുമായുള്ള ഇടപാടിൽ 1,72,00,000 രൂപ സേവനങ്ങൾ നൽകാതെ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് എന്നായിരുന്നു നേരത്തെ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലും ഒപ്പം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടും വന്നിരുന്നത്. വീണ വിജയൻ 55 ലക്ഷം രൂപയും കമ്പനിയായ എക്സാലോജിക് 1,17,00,000 രൂപയും കൈപ്പറ്റിയത് അനധികൃതമായെന്നാണെന്നും സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് ഇത്രയും വലിയ തുക CMRL കമ്പനിയിൽ നിന്ന് ഈടാക്കിയതെന്നുമായിരുന്നു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വന്നിരുന്നത്. ഇതേ തുടർന്ന് നടന്ന SFIO അന്വേഷണത്തിനും സമാന രീതിയിലുള്ള കണ്ടെത്തൽ വന്നിരുന്നു. തുടർന്നാണ് ഇഡിയുടെ അന്വേഷണം നടന്നത്. ഇഡി അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ എന്താണ് സ്ഥലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? പോലീസുമായുള്ള വാക്കേറ്റമാണോ അവിടെ? മഞ്ജുഷ, 6 മണിക്കൂർ പിന്നിടുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒരു ഉദ്യോഗസ്ഥർ പോലും പുറത്തേക്ക് വരികയോ പരിശോധന അവസാനിപ്പിക്കുന്നതിന്റെ ഏതെങ്കിലും നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഒരു ചോദ്യം ചെയ്യുന്നതിന് സമാനമായ തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനിടയിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിലേക്കും പൊതു ഇടങ്ങളിലേക്കുമൊക്കെ CPM പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഒരു 3-4 മണിക്കൂർ മുമ്പാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള നിലവിലെ വസതിക്ക് മുമ്പിൽ കുത്തിയിരുന്ന പ്രതിഷേധം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വളരെ സമാധാനപരമായി പുരോഗമിച്ചിരുന്ന പ്രതിഷേധവും മുദ്രാവാക്യം വിളിയുമാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു പ്രകോപനത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ വസതിക്കുള്ളിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ കൂടി നിന്ന ആളുകൾക്കിടയിൽ നിന്ന് ചിലർ കുപ്പി വലിച്ചെറിയുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഏത് സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. സംസ്ഥാന പോലീസിന്റെ ഒരു സംഘം ഈ വീടിന്റെ പ്രധാന കവാടത്തിന് മുമ്പിലുണ്ട്, ഗേറ്റിന് മുമ്പിലുണ്ട്. അതിനകത്താണ് ഇഡി സംഘം സായുധരായി നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ എപ്പോൾ പുറത്തേക്ക് വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ നിന്ന് സുഗമമായി പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായി മാറും. എന്തായാലും ഒരുപക്ഷെ ഇനി ഈ പ്രതിഷേധക്കാർ മടങ്ങിപ്പോകുന്നതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാനാണോ, അതല്ല അവരെ വകവയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങാനുള്ള നീക്കമാണോ ഇഡി നടത്തുക എന്നറിയത്തില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരെയും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും ഒന്നും അറിയിക്കാതെയാണ് ഇഡിയുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തിരികെ ഇവിടുന്ന് മടങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം സംസ്ഥാന പോലീസുമായിട്ടോ ആഭ്യന്തര വകുപ്പുമായിട്ടോ ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതിനിടെ ഈ പരിശോധന എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഈ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ താമസിക്കുന്ന വസതിക്ക് മുൻപിലേക്ക് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. ശരി, ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ. കുറച്ചുനാൾ മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള ബേക്കറി ജംഗ്ഷന് സമീപമുള്ള
വാടക വീട്ടിലേക്ക് മാറിയത്. അവിടെയാണ് ED സംഘം ഇന്ന് രാവിലെ എത്തിയത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവിന് തൊട്ട് പിന്നാലെ തന്നെ EDയുടെ അന്വേഷണം തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ CPM നേതാക്കൾ അവിടെ സംസാരിക്കുകയാണ്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിന് ശക്തി പകരുന്നതാണ്. അതുപോലെ നരേന്ദ്രമോദിയുമായി VD സതീശൻ നടത്തിയ കൂടിക്കാഴ്ച നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് CPMന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കണ്ടതിനെ ഇതുമായി ചേർത്ത് വെക്കുകയാണ് CPM ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ED റെയ്ഡ് നടന്നത് എന്നുള്ള ആരോപണമാണ് CPMന്റേത്. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു ED അന്വേഷണം തുടരാൻ. CMRL നൽകിയ പരാതി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് നൽകിയത്. ED അന്വേഷണം തുടരാം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. അതിന് പിന്നാലെയാണ് 12 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത്. 1,72,00,000 രൂപയുടെ ഇടപാട് നടന്നു എന്നാണ് നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നത്. ഇതിന് പിന്നാലെയുള്ള ED അന്വേഷണമാണ് നടക്കുന്നത്. സേവനങ്ങൾ നൽകാതെയാണ് ഇത്രയും വലിയ തുക വീണ വിജയനും എക്സാലോജിക് കമ്പനിയും കൈപ്പറ്റിയത് എന്നായിരുന്നു കണ്ടെത്തൽ. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള 2 പ്രധാനപ്പെട്ട മൊഴികളും അന്ന് കിട്ടിയിരുന്നു. CMRന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ചീഫ് ജനറൽ മാനേജറും നൽകിയ മൊഴികളിൽ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു മൊഴിയായി നൽകിയിരുന്നത്. പക്ഷേ പിന്നാലെ CMRന്റെ ഉടമയായ ശശിധരൻ കർത്ത സേവനങ്ങൾ നൽകിയെന്ന് സത്യവാങ്മൂലം നൽകിയെങ്കിലും അത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അംഗീകരിച്ചിരുന്നില്ല. തുടർന്നാണ് ഇത്രയും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നും ബിസിനസ് ചെലവുകൾ എന്ന പേരിൽ കമ്പനിയുടെ ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചു എന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നത്. അവിടെയാണ് കൃത്യമായിട്ട് എത്ര തുകയാണ് വീണ വിജയന് നൽകിയതെന്നും എക്സാലോജിക്കിന് നൽകിയതെന്നും കണക്കുകൾ സഹിതം അന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് നൽകിയിരുന്നത്. അത് പ്രകാരമുള്ള ED അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഒപ്പം പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുകയാണോ വീടിനുള്ളിൽ എന്നുള്ള കാര്യവും കൂടിയുണ്ട്. ചോദ്യം ചെയ്യലിന് സമാനമായ കാര്യങ്ങളാണോ ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യവും. പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്, നേതാക്കൾ കൂടി നിൽക്കുകയാണ്. CPM നേതാക്കൾ തെരുവിലാണ്. VV അരുൺ കൂടി ചേരുകയാണ്. അരുൺ, രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ളതാണല്ലോ ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത് BJPയും UDFും തമ്മിലുള്ള ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. പക്ഷെ അതത്ര എളുപ്പമാകുമോ? അപ്രതീക്ഷിതമായുള്ള ഒരു റെയ്ഡല്ലേ ഇന്ന് നടന്നത്? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഇന്ന് ഇങ്ങനെ ഒരു റെയ്ഡിനെ പറ്റി. തീർച്ചയായിട്ടും ഇന്നലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് EDയുടെ അന്വേഷണത്തിനുള്ള തടസ്സം നീക്കി. തൊട്ടു പിന്നാലെ ഇന്നൊരു പക്ഷേ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സമയം കൊടുക്കാതെയാണ് ഇന്നലെ ഈ തള്ളി. തൊട്ടു പിന്നാലെ ഇന്ന് അതിരാവിലെ 12ഓളം കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് റെയ്ഡിന് ED തീരുമാനിച്ചത്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ഈ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സമയം പോലും നൽകാതുള്ള പെട്ടെന്നുള്ള ഒരു നീക്കമാണ് ഇന്നലെ ഉണ്ടായത്. അതുതന്നെയാണ് ഇവിടെ തിരിച്ചടിയായത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ പകപോക്കായി തന്നെ CPM കാണുകയാണ്. വീണ വിജയനെതിരെ നേരത്തെ കേസ് വന്നപ്പോൾ എടുത്ത സമാന നിലപാട് CPM സ്വീകരിക്കുകയാണ്. പിണറായി വിജയനെ കേസിൽ കൊടുക്കാൻ മകൾ വഴി പിണറായിലേക്ക് എത്താൻ പിണറായി വിജയൻ മൈനസ് വീണ ഒന്നുമില്ല. പക്ഷേ പിണറായിയുടെ മകൾ ആയതുകൊണ്ടാണ്, അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ മകളായതുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങനെ ഒരു അവരെ പ്രതിയെ ചേർക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നത്. വീണ വിജയൻ എന്തെങ്കിലും സംഭവിച്ചാൽ CPMന് അത് പ്രശ്നമല്ല. പക്ഷേ വീണ വിജയനല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേന്ദ്ര ഏജൻസികളുടെ BJP ഭരിക്കുന്ന സർക്കാർ ലക്ഷ്യമെന്ന് CPM ആരോപിക്കുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ നിലപാടെടുക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഒരുപക്ഷെ കേസിൽ പ്രതികരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്നൊരു ആശങ്ക CPM ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കൂടിനിന്ന DYFI പ്രവർത്തകരെയൊക്കെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഈ വസതിക്ക് മുന്നിൽ ഈ പ്രധാന സ്ഥലത്ത് മാറ്റുകയാണ്. വലിയ ഒരു പോലീസ് കാവലുണ്ട്. തിരുവനന്തപുരം DCP നേതൃത്വത്തിലടക്കമുള്ള DCP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി കൂടി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാവിലെ ഏതാണ്ട് 3 മണിക്കൂറോളം CPM പ്രവർത്തകർ നേതാക്കൾ ഇവിടെ എത്തിയില്ല. പിന്നീട് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേർന്ന് ഇതിൽ രാഷ്ട്രീയ ലാക്കുണ്ട്, രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്, പിണറായി വിജയനെ കുടുക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പിണറായിയെ തൊടാൻ അനുവദിക്കുന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇവിടേക്ക് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ എത്തുന്നത്. ഇപ്പോഴും വലിയ രീതിയിൽ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നു. നേതാക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. DYFI പ്രവർത്തകർ വന്നപ്പോഴാണ് ചെറിയൊരു സംഘർഷാത്മകമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ CPMന്റെ കമ്മിറ്റി അംഗങ്ങൾ DYFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇവിടെയുണ്ട്. അവർ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഒരു അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഈ വീടിന് മുന്നിൽ
ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രവർത്തകരെ ശാന്തരാക്കുവാൻ നേതാക്കൾ ശ്രമിക്കുന്നതും കാണാം. റെയ്ഡ് അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകൾ വരുന്നുണ്ടോ അവിടെ നിന്ന്? അത്തരം വിവരങ്ങളൊന്നും ലഭ്യമല്ല. റെയ്ഡ് അവസാനിക്കുന്ന സൂചനകളും ലഭിക്കുന്നില്ല. ഇപ്പോൾ വി ശിവൻകുട്ടി CPM-ന്റെ സംസ്ഥാന സമിതി അംഗം നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തടസ്സപ്പെടുത്താനാണോ അങ്ങനെ എന്തെങ്കിലും നീക്കം? ഒരു തടസ്സപ്പെടുത്തലിനുള്ള നീക്കമില്ല. പരിപൂർണമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സഹകരിക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രതിഷേധം അറിയിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് പുറത്തു പോകാനൊക്കെ തടസ്സം ഉണ്ടാവില്ല? ഒരു തടസ്സവുമില്ല. ആർക്കും പുറത്തു പോകാൻ വേണ്ടി ഒരു തടസ്സവുമില്ല. ഞങ്ങൾ റോഡിൽ വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഞങ്ങളുടെ അവകാശം വിനിയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ ഇവിടേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പക്ഷേ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് അതിന്റെ? അല്ല, സാധാരണ നിലയിൽ അവർ അത്തരം ചില കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുക, അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുക എന്ന ഏറ്റവും ഹീനവും നിന്ദ്യവുമായ ഒരു നടപടിയാണ് ഇഡിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഷേധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. പാർട്ടിക്കാരുടെ ഇടയിൽ ആ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. ആ പ്രതിഷേധമുണ്ട് എല്ലാവരുടെയും. അത് വരുന്ന ദിവസങ്ങളിലും കേരളമാകെ ആ പ്രതിഷേധം ഉണ്ടാകും. അതാണ് CPM നിലപാട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ പരിശോധന തടസ്സപ്പെടുത്താനോ അവരെ തടയാനോ ഉള്ള ഒരു ശ്രമം ഉണ്ടാകില്ല. സ്വാഭാവികമായും പിണറായി വിജയനെ പോലെ CPM-ന്റെ അത്ര തലപ്പൊക്കമുള്ള നേതാവിനെ ഈ രീതിയിൽ മണിക്കൂറുകളോളം ഒരു തടങ്കൽ എന്ന രീതിയിൽ അദ്ദേഹം 6 മണിക്ക് ശേഷം 7 മണി 6:30 ശേഷം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസല്ല, അദ്ദേഹത്തിന് എതിരെയുള്ള കേസല്ല, മകൾക്കെതിരെയുള്ള പരാതിയാണ്. അങ്ങനെ വരുമ്പോഴും പിണറായി വിജയൻ എന്ന CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് മണിക്കൂറുകളായി ഈ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുണ്ട്. ഒരു തടങ്കലിന് സമാനമായ സാഹചര്യമുണ്ട്. അതുതന്നെയാണ് നേരത്തെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയതും. സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുമ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മകൾ കൂടി താമസിക്കുന്ന വസതിയാണ്. ആ വസതിയിൽ ഇത്തരം ഒരു പരിശോധന നടക്കുമ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിനും പുറത്തിറങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തിന് പിണറായിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. CPM-ന്റെ ആഹ്വാന പ്രകാരം തന്നെയാണ് പ്രവർത്തകർ എത്തുന്നത്. രാവിലെ 6 മണിക്ക് 6:30 ആരംഭിച്ച റെയ്ഡ് 9 മണിവരെ CPM-ന്റെ നേതാക്കളോ പ്രവർത്തകരോ ഇവിടേക്ക് എത്തിയില്ല. സജീവൻ എന്ന സംസ്ഥാന സമിതി അംഗം മാത്രമാണ് ആ ഘട്ടത്തിൽ എത്തിയത്. പിന്നീട് CPM തീരുമാനമെടുക്കുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, പിണറായിയെ കേസിലേക്ക് എത്തിക്കാനുള്ള, കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ്, അതിനെ പ്രതിരോധിക്കും. അങ്ങനെ പിണറായിയെ ഒരു അന്വേഷണ ഏജൻസിക്ക് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയ പിന്നാലെയാണ് പ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടേക്ക് സംഘടിച്ച് എത്തിയത്. അവർക്ക് അതിൻ്റെതായ പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വസതിയിലും അതുപോലെ തിരുവനന്തപുരം വസതിയിലുമൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായി അത്തരം പ്രതിഷേധങ്ങളുണ്ടാകും. പോലീസിനെതിരെയുമൊക്കെ വലിയ രോഷമുണ്ട്. രാവിലെ പോലീസ് മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുവരെ പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നില്ല. വളരെ രഹസ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തിയ ചടുലമായ നീക്കമെന്ന് വേണം പറയാൻ. കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി വന്ന് മണിക്കൂറുകൾക്കകം ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി അപ്പീൽ പോകുമെന്ന് ഉറപ്പായിരുന്നു. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമെന്ന് ഉറപ്പായിരുന്നു. അതിനുള്ള സാവകാശം പോലും നൽകാതെയാണ് വളരെ വേഗത്തിൽ ഇന്ന് ഈ 12 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. അതാണ് അന്വേഷണ സംഘ CPM-നെയും കുഴപ്പിച്ചത്. ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ബിനീഷ് നേരത്തെ ഞാനിപ്പോൾ കുറച്ചിപ്പോഴേ ബിനീഷെ കണ്ടുള്ളൂ. ബിനീഷ്, ഈ പിണറായി വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നീക്കമാണ്. സമാനമായ ഒരു അന്വേഷണം വേറൊരു കേസിലാണെങ്കിൽ പോലും ബിനീഷ് നേരിട്ടിരുന്നു. എന്താണ് അവരുടെ നീക്കം? പാർട്ടി അതിന്റെ നേതൃത്വം പറഞ്ഞല്ലോ. എന്താണ് പാർട്ടി നേതൃത്വം പറഞ്ഞിരിക്കുന്നത്? ആ പാർട്ടി നേതൃത്വം പറഞ്ഞത് നടപ്പാക്കാനല്ല ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ഇതാണ്, പാർട്ടിക്കെതിരായിട്ട് തന്നെയുള്ള നീക്കമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും കുടുംബങ്ങളെയും ഇത്തരം കേസിൽപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒരു 10-12 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പിണറായി സാഹിബിനെതിരായിട്ട് പൂർണ്ണ തോതിലേക്ക് എല്ലാ അർത്ഥത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതിനെ പാർട്ടി കൃത്യമായിട്ട് പ്രതിരോധിക്കും. പിണറായിയുടെ മകളാണ് കേസിൽ പ്രതി. പക്ഷേ പിണറായിക്ക് എത്തുമെന്ന ആശങ്കയാണ് CPM. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാന പ്രശ്നവും കേസ് നിങ്ങൾ തന്നെ പറയുന്നു പിണറായി സാഹിബ് കേസിൽ പ്രതിയല്ല. പിന്നെ അദ്ദേഹത്തിന് എന്തിനാണ് അവിടെ തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തേണ്ട കാര്യം? അദ്ദേഹത്തിന്റെ ഭാര്യയെ തടഞ്ഞു വെച്ച് റെയ്ഡ് നടത്തുന്ന കാര്യം എന്താണ്? ഇതാണ് ഈ പറയുന്നത്. ഇത് ഇത്തരത്തിലല്ല എന്ന് പറയുകയും പിണറായി സാഹിബിനെ പ്രതിയാക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അതൊരു ആശങ്കയല്ല, അതൊരു രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്കാണ് എന്ന് കരുതുമ്പോഴാണ് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇത് പൂർണ്ണമായും രാഷ്ട്രീയമാണ്. തീർച്ചയായും അതുതന്നെയാണ് ബിനീഷിന്റെയും ഒക്കെ നിലപാട്. പൂർണ്ണമായും രാഷ്ട്രീയ നീക്കം ലക്ഷ്യത്തോടെ രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള കേന്ദ്ര ഏജൻസികളുടെ BJP-യുടെ ഏജൻസിയുടെ നീക്കമായാണ് CPM ഇതിനെ കാണുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇത്രയും മണിക്കൂറുകൾ അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ല, ഈ കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റോ അല്ലെങ്കിൽ അതുമല്ല FIR ഒന്നുമില്ല, എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയധികം മണിക്കൂറുകൾ പിണറായി വിജയനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പുറത്തു പോകാൻ പോലും കഴിയാതെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ തടങ്കലിലാക്കി വെക്കുന്നു എന്ന ചോദ്യമാണ് CPM അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ചില നേതാക്കളുടെ പ്രതികരണമുണ്ട്. എന്തായാലും
പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ഇടപാട് നടന്നത്. അതുമാത്രമല്ല, പല നേതാക്കൾക്കും കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കമ്പനിക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന് CMRL തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ PV എന്ന ഷോർട്ട് ഫോമിലായിരുന്നു പിണറായി വിജയന് നൽകിയ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് എഴുതി ചേർത്തിരുന്നത്. എന്നാൽ ആ PV ഞാനല്ല എന്നായിരുന്നു പിണറായി വിജയൻ അന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞിരുന്നത്. നാട്ടിൽ എത്രയോ PV-മാരുണ്ട്, വിജയന്മാരുണ്ട്, അത് ഞാനാണെന്ന് എന്തിന് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നായിരുന്നു അന്ന് പിണറായി വിജയന്റെ ചോദ്യം. പക്ഷേ ഇപ്പോൾ അതേ PV-യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ കയറി കഴിഞ്ഞു. ED റെയ്ഡ് പിണറായി വിജയനും CPM-നുമെതിരായ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് CPM ഇപ്പോൾ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തുടരുകയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് റെയ്ഡെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായിക്കെതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ED റെയ്ഡിനെ കാണുന്നത്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയിൽ അന്വേഷണം നടത്തുന്ന SFIO അന്വേഷണം നടത്തുന്ന സ്ഥിതിയിൽ എല്ലാം ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ മകൾ വീണ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു വരികയായി. അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി മറുപടി നൽകുകയുണ്ടായി. അവർ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രശ്നമേയില്ല. അപ്പോ അന്വേഷണത്തോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയധികം തിരുവനന്തപുരത്തും മറ്റു കേന്ദ്രങ്ങളിലും ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായിക്കെതിരായി രാഷ്ട്രീയ ആയുധമാക്കിയതിനെ ഉപയോഗിച്ച് കടന്നാക്രമിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം എന്നെല്ലാവർക്കും അറിയാം. പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉന്നയിച്ചതാണ്. കേരളത്തിൽ വന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഇന്നലെയാണ് VD സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയത്. യഥാർത്ഥത്തിൽ BJP-യും UDF-ഉം ഒരേപോലെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം
പിണറായിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വന്നിട്ട് ഈ കാര്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് കോൺഗ്രസിന്റെയും ആവശ്യമാണെന്നും UDF BJP ഡീലാണ് ഈ റെയ്ഡ് എന്നുമാണ് CPMന്റെ പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. MV ഗോവിന്ദൻ ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. CPMന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ ശാന്തരാക്കുകയാണ് നേതാക്കൾ. EDയുടെ റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ തിരിച്ചിറങ്ങുമ്പോൾ ഒരു തരത്തിലും അവരെ തടസ്സപ്പെടുത്തുകയില്ല എന്നാണ് നേരത്തെ CPMന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത്. ED റെയ്ഡിനെ അല്ല CPM തടസ്സപ്പെടുത്തുന്നത്, മറിച്ച് ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള വേട്ടയാടലിനെതിരെയാണ് CPM പ്രതികരിക്കുന്നത് എന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം ED റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. CPMന്റെ ആരോപണം രമേശ് ചെന്നിത്തല തള്ളിക്കളയുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ ഡൽഹി യാത്രയുമായി EDയുടെ റെയ്ഡിനെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. CMന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ലേ, കേരളത്തിൻ്റെ ആവശ്യമല്ലേ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെൻറ് നടപടികളുടെ ഭാഗമല്ലേ. അത് ഇതുമായിട്ട് എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? അപ്പോൾ അത് എന്താണ് ആ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. നീക്കത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ ആ ഒരു പ്രതികരണം? അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഈ BJP വിരുദ്ധ നേതാക്കളെ അറ്റാക്ക് ചെയ്യുന്ന സമീപനം ദേശവ്യാപകമായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJPയും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട, അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPMും BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പൊ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയുന്നത്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാനാണോ അതോ ശാന്തമായി ഇവിടെ തുടരാനാണോ? ശാന്തമായിട്ട് തുടരുകയാണ് ഇവിടെ. പ്രത്യേകിച്ച് പിരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. അവര് ശാന്തമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ CPMന്റെ പ്രതിപക്ഷ നേതാവ് ഒരു തടങ്കലെന്ന പോലെ ആയിട്ട് 7 മണിക്കൂർ പിന്നിടുന്നു. അതിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതെ, അതാണല്ലോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഭരണഘടനാ വിരുദ്ധമാണ്, യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായിട്ട് തടങ്കൽ വെക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നീക്കിയത്. ആ നീക്കുന്നതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയാണ്. ജനകീയമായ വമ്പിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റമാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടേ അല്ല, എല്ലാവരും കൊണ്ട് ഇറങ്ങുകയാണ്. അതാണ് ഉണ്ടായത്. അതിനിയും അതിശക്തിയായിട്ട് തുടരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും തുടരും, ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അതാണ് പിണറായിക്കെതിരായിട്ടൊരു കേസില്ല. കേസ് പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ CPIM നേതാവിനെതിരായിട്ടാണ് കടന്നാക്രമണം നടത്തുന്നത്. അത് പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണെന്നാണ് ഞങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ടി അതിശക്തിയായിട്ട് കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം പ്രതിരോധിക്കുന്നത്. ആ പ്രതിരോധം ഇനിയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. സമാധാനപരമായിട്ടാണ് എല്ലാ പ്രതിഷേധവും രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും. പിണറായി വിജയനുമായി സംസാരിക്കുക, ആശയവിനിമയം നടത്താൻ പറ്റിയിട്ടുണ്ട്. റെയ്ഡ് തുടങ്ങിയ ശേഷം അദ്ദേഹമായി സംസാരിച്ചു. അല്ല, ആശയവിനിമയം നടത്താൻ പറ്റും. MV ഗോവിന്ദൻ റെയ്ഡ് നടക്കുന്ന വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകുവാൻ നേതാക്കൾ പറയുന്നില്ല. അത് അരുൺ പറഞ്ഞോളൂ എന്താണ് അവിടെ? മഞ്ജുഷ, 7 മണിക്കൂറിലേറെയായി പിണറായി വിജയനുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ എന്തിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, പിണറായിയും മറ്റു കുടുംബാംഗങ്ങളെയും അവിടെ ഇപ്പോഴും തടഞ്ഞു വെച്ചിരുന്ന ചോദ്യമാണ് CPM നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോട് 7 മണിക്കൂറിലേറെ ആശയവിനിമയം നടത്താൻ പോലും കഴിയാത്ത വിധമുള്ള ഭരണഘടനാ ലംഘനം നടക്കുന്നു, മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. പ്രവർത്തകർ നേരത്തെ ഇവിടെ കുറച്ച്
പ്രകോപനപരമായ രീതിയിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകുന്ന നിർദ്ദേശം നൽകുന്നു. ഇഡിയുടെ റെയ്ഡിനെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ തടയാനോ മറ്റേത് തരത്തിലുള്ള കയ്യേറ്റത്തിനോ പ്രവർത്തകർ തയ്യാറാകരുന്ന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നൽകുന്നു. പക്ഷേ സ്വാഭാവികമായും പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. 7 മണിക്കൂർ ഏറെ പിന്നിടുന്നു. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരു തടങ്കലിലെന്ന പോലെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത, നേതാക്കളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഉൾപ്പെട്ട കേസല്ല, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിലാണ് പിണറായിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ മണിക്കൂറുകളായി ഈ ഒരു തടങ്കലിന് സമാനമായ സാഹചര്യത്തിലുള്ളത്. അതാണ് CPM-ന്റെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലാണ് ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടങ്ങിയിട്ട്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഇഡി പിണറായി വിജയന്റെ വീട്ടിൽ എത്തിയത്. അവിടെ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, പിണറായി വിജയന്റെ ഭാര്യ കമല എന്നിവർ ഉണ്ട്. അവരെയും വെളിയിൽ പോകാൻ അനുവദിച്ചിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒരു റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികമാണ് അത്. റെയ്ഡ് നടക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആരെയും വെളിയിൽ പോകാൻ അനുവദിക്കാറില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതേ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. CMRL കമ്പനി തങ്ങളുടെ ചെലവ് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് വൻ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ആദായ നികുതി വകുപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സാലോജിക് കമ്പനിയിലേക്കും വീണ വിജയനിലേക്കും എത്തിയത്. പല ആവശ്യങ്ങൾക്കും വേണ്ടി ബിസിനസ് ആവശ്യങ്ങൾ എന്നുള്ള പേരിൽ പണം ചെലവഴിച്ചിട്ടുണ്ട് ഈ കമ്പനി, CMRL കമ്പനി എന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവായി മാറിയത് എക്സാലോജിക് കമ്പനിയും വീണ വിജയനുമായിരുന്നു. 1,72,00,000 രൂപയാണ് 2017 മുതൽ 2020 വരെയുള്ള കാലത്ത് എക്സാലോജിക് കമ്പനിയും വീണ വിജയനും കൈപ്പറ്റിയത് CMRL കമ്പനിയിൽ നിന്ന്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം, ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം തുടങ്ങിയവയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി അനുവാദം നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പരിശോധന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും വീടിനുള്ളിലുണ്ട്. അതേ സമയത്ത് തന്നെ കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലും, പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീട്ടിലും പരിശോധന നടന്നിരുന്നു. ഒപ്പം മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലെ ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. CMRLന്റെ ഓഫീസുകളിലും ശശിധരൻ കർത്തയുടെ ഓഫീസുകളിലും പരിശോധന. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിൽ എവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത്? മഞ്ജുഷ, പ്രധാനമായും തന്നെ CMRLന്റെ ആലുവയിലുള്ള ഓഫീസ് നമ്മളുള്ളത് ഇപ്പോൾ ആലുവയിലുള്ള രജിസ്ട്രേഡ് ഓഫീസിന്റെ മുന്നിലാണ്. ആലുവയിലുള്ള ഓഫീസ്, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ ഓഫീസുകൾ, ഒപ്പം ഇതിന്റെ CMRL ഉടമ ശശിധരൻ കർത്തയുടെ ആലുവയിലുള്ള വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. പുലർച്ചെ തന്നെ ഏതാണ്ട് എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ഈ പരിശോധനകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയും അത് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഈ പരിശോധനകൾ തുടരുകയാണ്. ഇത് എപ്പോൾ അവസാനിക്കും, എന്താണ് ഇതിന്റെ എന്തെങ്കിലും രേഖകൾ കണ്ടെടുത്തത് സംബന്ധിയായ കാര്യങ്ങൾ ഒരു വ്യക്തമായ രീതിയിലുള്ളൊരു ഉത്തരം ഇവിടെ നിന്നും തന്നെയില്ല. ഈ പരിശോധനകൾ തുടരുകയാണ്. ഇതിനു മുൻപും SFIOയും തുടർന്ന് EDയും ഒരു വട്ടം ഇവിടേക്ക് പരിശോധനകൾക്ക് വേണ്ടി ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വീണ്ടും പരിശോധനകളിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നിരുന്നു. ED അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഈ CMRLന്റെ ഹർജി വന്നിരുന്നത്. കാരണം SFIO ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ സമാന്തരമായ രീതിയിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു CMRL കോടതിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ അത് ഹൈക്കോടതി നിരാകരിക്കുകയും EDക്ക് അന്വേഷണം തുടരാമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ED അതിൽ വ്യക്തമാക്കിയിരുന്നത് SFIO നടത്തുന്ന ആ ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ അവരുടെ മാനദണ്ഡങ്ങളല്ല, അവരുടെ വിഷയങ്ങളല്ല ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അത് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള EDയുടെ ഒരു പതിവ് ശൈലിയിലുള്ള നടപടികൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിൽ ED പ്രാഥമിക വിവരശേഖരണം, ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിവരശേഖരണം നടത്തുകയും ആവശ്യമുള്ള ചോദ്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏജൻസികളുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും ക്രോഡീകരിച്ച ശേഷം തന്നെയായിരിക്കും അന്വേഷണത്തിലേക്ക് പോവുക. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ നടക്കം ഈ ഒരു തിരിച്ചടി CMRLന് ഉണ്ടായതിൻ്റെ ഒരു ദിവസം പോലും തികയുന്നതിന് മുമ്പ്, മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ EDയുടെ ഉദ്യോഗസ്ഥർ ഈ ഓഫീസുകളിൽ എത്തിച്ചേരുന്നു എന്നത്
എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെയും EDയുടെ ഒരു അന്വേഷണം ഇതിൽ ചില കാര്യങ്ങൾ ഉണ്ട്, ഗഹനമായ കാര്യങ്ങൾ ചിലത് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. അതോടൊപ്പം തന്നെ എക്സാലോജിക്കിൻ്റെ ഇടപെടലുകളടക്കം ഇതിൽ ദുരൂഹമാണ് എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലാണ് EDക്കും പ്രാഥമികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളടക്കം വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് ഈ റെയ്ഡിന് സമയമെടുക്കുന്നതും പരിശോധനകൾ ഇനിയും തുടർന്ന് പോകുമെന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ചാണ് CMRL കമ്പനി ഉള്ളത്. CMRLന്റെ വിവിധ ഓഫീസുകൾ എറണാകുളത്തെ വിവിധ ഇടങ്ങളിലായിട്ട് തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധന ആലുവയിൽ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. 2024 ഏപ്രിലിൽ ED ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ പലവിധ നിയമക്കുരുക്കുകളിൽപ്പെട്ട് ED അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയത്. തുടർന്ന് മിന്നൽ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഇന്നും നാളെയും കഴിയുകയില്ല, അവധി ദിവസമായതിനാൽ. അതിനാൽ വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹർജിക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചേനെ. പക്ഷേ അതിനു മുൻപ് തന്നെ മിന്നൽ നീക്കത്തിലേക്ക് ED ഈ അവധി ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് മിന്നൽ നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവുകയായിരുന്നു. ഹർജിക്കാരുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിവരവും കിട്ടിയിരുന്നില്ല. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്ന് പുലർച്ചെ തന്നെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയായിരുന്നു. അതിൽ പിണറായി വിജയന്റെ വാടക വീട്ടിലും ഒപ്പം പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും പരിശോധന, ഒപ്പം മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പരിശോധന നടക്കുകയായിരുന്നു. എന്തായാലും നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഈ അന്വേഷണത്തിന് ആസ്പദമാക്കിയത് ആദായ നികുതി വകുപ്പിന്റെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയായിരുന്നു. ആ വിധി പ്രകാരം CMRL അനധികൃതമായിട്ട് ഇടപാടുകൾ നടത്തിയിരുന്നു എക്സാലോജിക് കമ്പനിയുമായിട്ട് എന്ന് കണ്ടെത്തിയിരുന്നു. 1,72,00,000 രൂപയാണ് എക്സാലോജിക്, വീണ വിജയൻ എന്നിവർ കൈപ്പറ്റിയിരുന്നത് CMRL കമ്പനിയിൽ നിന്ന്. ശശിധരൻ കർത്ത നിയമവഴിയിൽ പോവുകയായിരുന്നു. പലതരത്തിലുള്ള നിയമക്കടമ്പകൾ കേന്ദ്ര ഏജൻസികൾക്ക് മറികടക്കേണ്ടതുണ്ടായിരുന്നു. നേരത്തെ SFIOക്കെതിരെയുള്ള നിയമ നടപടികളുമായിട്ടും CMRL മുന്നോട്ട് പോയതാണ്. പക്ഷേ SFIO തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത്. ഒരു സേവനവും നൽകാതെയാണ് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും വീണ വിജയൻ വ്യക്തിപരമായും 2 കരാറുകളായിരുന്നു CMRLുമായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് 2016 ഡിസംബറിൽ ഒപ്പുവെച്ച കരാർ, അത് വീണ വിജയനും CMRL കമ്പനിയും തമ്മിലായിരുന്നു. അവിടെ IT മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാം എന്നായിരുന്നു കരാർ. തുടർന്ന് 2017 മാർച്ചിൽ മറ്റൊരു കരാർ കൂടി ഉണ്ടാക്കി. അത് എക്സാലോജിക് കമ്പനിയുമായിട്ടായിരുന്നു. സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകാമെന്നായിരുന്നു കരാർ. പക്ഷേ ഇതിനാസ്പദമായിട്ടുള്ള ഒരു കാര്യവും ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിനായി നൽകിയ തുക കമ്പനിയുടെ അനാവശ്യ ചെലവാണെന്നും ബിസിനസ് ചെലവുകൾ എന്ന പേരിൽ കമ്പനിയുടെ ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് നികുതി വെട്ടിച്ചു എന്നുമായിരുന്നു ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു നിയമ നടപടികളിലേക്ക് CMRL കമ്പനിയും പോയത്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയാണ്. ED റെയ്ഡിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വീണ വിജയൻ അറസ്റ്റിലാകുമോ എന്നുള്ള സുപ്രധാന ചോദ്യം കൂടി ഇവിടെ വരികയാണ്. കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് CPM. അതോടൊപ്പം തന്നെ UDFും BJPയും തമ്മിലുള്ള ഡീൽ എന്നുള്ള ആരോപണവും ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ശശിധരൻ കർത്തയുടെ CMRL ഉടമ ശശിധരൻ കർത്തയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. വീടിന് മുന്നിൽ നിന്ന് നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, എന്തായാലും റെയ്ഡ് 6 മണിക്കൂർ പിന്നിടുകയാണ്. ശശിധരൻ കർത്ത വീട്ടിലില്ല. മകൻ ശരൺ എസ് കർത്തയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയാണ്. ഈ കമ്പനിയുടെ CMRL കമ്പനിയുടെ ഈ ഡയറക്ടർ ബോർഡിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ശരൺ കർത്ത. അപ്പോൾ ശരൺ കർത്തയെ ചോദ്യം ചെയ്യലാണ്, ഇപ്പോൾ മൊഴിയെടുക്കുകയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയുമോ എന്നത് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ നോക്കുന്നതും. നമുക്ക് നേരത്തെ അറിയാം, ഈ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നേരത്തെയും ED പരിശോധന നടത്തിയിരുന്നു. അന്ന് മറ്റ് പ്രധാനപ്പെട്ട രേഖകളൊന്നും EDക്ക് കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. അന്നത്തെ റെയ്ഡിന് ശേഷം അദ്ദേഹത്തിന് 2 തവണയാണ് സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലൊരു ഇവിടെ ഒരു പരിശോധന, ഒരു റെയ്ഡ് നടക്കുമ്പോൾ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നത്. ആ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അറിവ് ശരണിനുണ്ടോ എന്നാണ് ED ശരണിൽ നിന്നും ചോദിച്ചറിയുന്നത്. നേരത്തെ CMRL
കമ്പനിയിലെ മറ്റ് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു, അവരുടെ മൊഴിയെടുത്തിരുന്നു. അവർ പറയുന്നത് ഈ വീണ വിജയന്റെ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ അതിനെക്കുറിച്ച് ശശിധരൻ കർത്തയ്ക്ക് മാത്രമേ കൂടുതൽ അറിവുകളുള്ളൂ, തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും അറിയാമായിരുന്നില്ല എന്നാണ് ജീവനക്കാർ നൽകിയ മൊഴിയും. എന്തായാലും ശരണിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ, ഇതിന്റെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകളോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അറിവുണ്ടോ എന്ന് തന്നെയാണ് പ്രധാനമായും ഇ ഡി ഇപ്പോൾ ശരണിൽ നിന്നും ചോദിച്ചറിയുന്നത്. ഇഡിയുടെ പരിശോധനയിൽ ഈ എക്സാലോജിക് കമ്പനിയുമായിട്ടുള്ള കരാർ, ഇവർ നൽകിയ സേവനങ്ങളുടെ ഇൻവോയ്സിന്റെ പകർപ്പ് അല്ലെങ്കിൽ മറ്റ് അക്കൌണ്ട് വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭ്യമാകുമോ, ബാങ്കിന്റെ ഏതെങ്കിലും വിശദമായിട്ടുള്ള രേഖകൾ ലഭിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്നും ഇ ഡി ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മുൻപും ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ പോലും അന്ന് മറ്റ് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നമുണ്ട്, പ്രായത്തിന്റേതായിട്ടുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കഴിഞ്ഞ 2 തവണയും ചോദ്യം ചെയ്യലിന് സമൻസ് അയച്ചുവെങ്കിലും ഹാജരായിരുന്നില്ല. അന്നും ഇ ഡിയുടെ റെയ്ഡിന്റെ സമയത്ത് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇന്നും ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിലാണെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഈ ഒരു പരിശോധന റെയ്ഡ് 6 മണിക്കൂർ പിന്നിടുമ്പോൾ എന്തൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങളായിരിക്കും ഈ വീട്ടിൽ നിന്നും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുക എന്നതാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ശരണിൽ നിന്നും എന്തൊക്കെ മൊഴി ലഭിക്കും, ഇനിയും വീണ്ടും കർത്തയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, മകനെയും ചോദ്യം ചെയ്യാൻ ഇ ഡി ഓഫീസിലേക്ക് വിളിക്കുമോ എന്നതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ റെയ്ഡ് രാവിലെ ശരി, നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത് CMRL MD ശശിധരൻ കർത്തയുടെ വീടിന് മുന്നിൽ നിന്നാണ്. അവിടെ ശശിധരൻ കർത്തയില്ല, മകൻ ശരണസ് കർത്തയാണ് വീട്ടിൽ ഉള്ളത്. എന്തായാലും നേരത്തെ ശശിധരൻ കർത്തയെ ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്തതാണ്. ഇതിന്റെ വിവരങ്ങൾ ഹർജിക്കാരും ശശിധരൻ കർത്തയും CMRLന്റെ ഉദ്യോഗസ്ഥരുമായിരുന്നു ഹർജിക്കാർ. ഇ ഡിയുടെ അന്വേഷണം നിർത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി നൽകിയിരുന്നത്. അപ്പോൾ ചോദ്യം ചെയ്തത് 24 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യവും ഹർജിക്കാർ കോടതിയെ അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നൽകിയിരുന്ന സമൻസിനെ ഇതുമായി ബന്ധപ്പെടുത്താൻ കോടതി തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, ഇ ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ഇന്നലത്തെ വിധിയിൽ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഇ ഡി മുന്നോട്ട് പോവുകയും ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സെക്ഷൻ 50 പ്രകാരം ഇ ഡി നൽകിയ സമൻസിനെയായിരുന്നു ഹർജിക്കാർ ചോദ്യം ചെയ്തത്. എന്നാൽ സമൻസ് ഘട്ടത്തിൽ സത്യം ബോധിപ്പിക്കാനോ രേഖകൾ ഹാജരാക്കാനോ മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള അവകാശ ലംഘനവും ഇക്കാര്യത്തിൽ ഹർജിക്കാർക്ക് ഉണ്ടാവുകയില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനാൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഇ ഡിക്ക് നിർദ്ദേശം നൽകിയതാണ്. അതുപ്രകാരമാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. KV ബൈജു കൂടി ചേരുന്നുണ്ട്. KV ബൈജു ഉള്ളത് കണ്ണൂരിലെ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ വീടിന് മുന്നിലാണ്. ബൈജു, എങ്ങനെയാണ്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? മഞ്ജുഷ, ഇപ്പോഴും പാണ്ഡ്യാലമുക്കിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം ഈ ഒരു പരിശോധന പൂർത്തിയാകുമെന്നാണ്. പക്ഷേ ഉദ്യോഗസ്ഥരെ തടയാനാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നിരവധി പ്രതിഷേധക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പി ജയരാജൻ, EP ജയരാജൻ തുടങ്ങി മുതിർന്ന നേതാക്കൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ തടയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും പരിശോധന ഏതാണ്ട് പൂർത്തിയായതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയനോ കുടുംബവുമോ ഇവിടെ ഇല്ലാത്തൊരു സമയമാണ്. ജീവനക്കാർ മാത്രമാണുള്ളത്. എന്തൊക്കെ രേഖകൾ ഇവിടെ പരിശോധന നടത്തി, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് വരുന്നത്. KK രാഗേഷ് ഉൾപ്പെടെ പി ജയരാജനും EP ജയരാജനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളൊക്കെ പിണറായിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, കണ്ണൂരിന്റെ പല സ്ഥലത്തും അല്പസമയത്തിനകം പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നതെന്ന് പറയേണ്ടി വരും. രാവിലെ 8 മണിയോടുകൂടി, അതായത് 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ പരിശോധന. എന്തൊക്കെ രേഖകൾ ഇവിടുന്ന് കണ്ടെത്താൻ സാധിച്ചു, അത്തരം വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും ഇ ഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുമ്പോൾ പ്രതിഷേധക്കാർ അവരെ തടയാൻ ഉള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഒരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുവെന്ന് പറയേണ്ടി വരും. അത്രത്തോളം മുതിർന്ന നേതാക്കളാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിൽ ഭാഗമായിട്ടുള്ളത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ജയരാജനും EP ജയരാജനും KK രാഗേഷും KK ശൈലജയും ഉൾപ്പെടെ വലിയ തോതിലുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുതലാണ്. അതോടൊപ്പം ഇ ഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ തടയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും നൽകിയത് കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ സ്വന്തം വീടിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങളാണ്. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പുറത്തു വന്നാൽ തടയുമെന്ന രീതിയിലാണ്. പക്ഷേ തിരുവനന്തപുരത്ത് വാടക വീടിന് മുന്നിൽ കൂടിയിരിക്കുന്ന പ്രവർത്തകരെ നേതാക്കൾ ശാന്തരാക്കിയിട്ടുണ്ട്. അവരോട്
അക്രമാസക്തമായി ഒരു കാര്യവും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരള പോലീസുമായിട്ട് സംസാരിക്കുകയാണ് ED ഉദ്യോഗസ്ഥർ. ED റെയ്ഡ് അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. വി അരുൺ ചേരുകയാണ്. തിരുവനന്തപുരത്തെ റെയ്ഡിന്റെ വിവരങ്ങൾ. അരുൺ, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? റെയ്ഡ് അവസാനിക്കുന്നതിന്റെ സൂചനയാണോ ഉള്ളത്? പുറത്തു വരുന്നില്ല. ഇപ്പോൾ അത്തരത്തിൽ റെയ്ഡ് തുടരുക തന്നെയാണ്. മറ്റ് ഒരു റെയ്ഡ് അവസാനിക്കുന്നതിന് ഒരു സൂചന ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പിണറായിയുടെ വസതിക്ക് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതൃത്വം നൽകുന്നു. MV ഗോവിന്ദൻ നേതൃത്വത്തിൽ മറ്റ് പ്രവർത്തകരുടെ നേതാക്കളും സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവരുടെ കുത്തിയിരുന്ന EDക്കും VDക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മോദിയും അതുപോലെ VD സതീശനും ചേർന്നുള്ള നീക്കം നാടകമെന്ന ആരോപണമാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. ആ രീതിയിലാണ് മുദ്രാവാക്യം വിളികളും. EDയും മോദിയും VDയും ഇതാണ് അവരുടെ മുദ്രാവാക്യം. റെയ്ഡ് തടസ്സപ്പെടുത്തില്ല, പക്ഷേ ഇത്തരത്തിൽ പിണറായിയെ തടങ്കലിൽ വെക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകർ നേരത്തെ ഈ വീടിന് മുന്നിൽ കൂടി നിന്നു. ആ ഭാഗത്ത് ഗേറ്റുള്ള ഭാഗം വിട്ട് മറ്റൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഗേറ്റിന് മുന്നിൽ പൂർണ്ണമായും പോലീസ്, കേരള പോലീസിന്റെ ഇപ്പോൾ ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. വീണ വിജയന്റെ മൊഴിയെടുപ്പ് അവസാനിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥർ ED ആസ്ഥാനത്തേക്ക് അറിയിച്ചിരിക്കുന്നത് ഇവിടെ സംഘർഷ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് വരുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ ഉണ്ട്. അതിനാൽ തന്നെ വീടിന് പുറത്തെ സംഘർഷത്തിന്റെ സാഹചര്യം ED ഉദ്യോഗസ്ഥർ ED ആസ്ഥാനത്തേക്ക് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ വേണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പോൾ കേരള പോലീസിന്റെ കൂടുതൽ സംഘം വീടിന് മുന്നിലേക്ക് വരുന്നുമുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. അവരുമായിട്ട് ED ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുമുണ്ട്. വീടിന് മുന്നിൽ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും തിരിച്ചെത്തി റോഡിൽ വന്ന് കുത്തിയിരിക്കുന്ന ഒരു കാഴ്ച നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് CPM നേതാക്കളും പറയുന്നത് പ്രവർത്തകർ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുകയില്ല, അവരെ മായി നേരിടില്ല, അവരെ തടയില്ല എന്നുള്ള കാര്യം നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത്രയും പ്രവർത്തകർ കൂടി നിൽക്കുന്നതിനാൽ, അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനാൽ ED VD എന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ അവിടെ ED ഉദ്യോഗസ്ഥർ ഒരു മുന്നറിയിപ്പ്, ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ED ആസ്ഥാനത്തേക്ക് കാര്യങ്ങളുടെ ഗൗരവം അറിയിച്ചിരിക്കുന്നത്. അതായത് ED ഉദ്യോഗസ്ഥർക്ക് വെളിയിൽ വരാൻ, റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വെളിയിൽ വരാൻ പറ്റിയ സാഹചര്യം ഒരുക്കണം എന്നുള്ള കാര്യമാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ ഡാനിലേക്ക് വരാം. അതിനു മുമ്പ് അരുണിലേക്ക്. അരുൺ, ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ED ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ കേരള പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ടല്ലോ അവിടെ. മഞ്ജുഷ, ഇതാണ് ഈ നമ്മൾ നേരത്തെ കാണുന്നത്. ഇവിടെ MV ഗോവിന്ദത്തിൽ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. അതിന് പിന്നിൽ, തൊട്ടു പിന്നിൽ പോലീസിന്റെ, അതായത് നേരത്തെ സംഘർഷമുണ്ടായ പ്രദേശമൊക്കെ പോലീസ് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. DCP ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നിലാണ് ആ ഗേറ്റ് ഉള്ളത്. ആ ഗേറ്റിന്റെ മുൻവശവും അതുപോലെ വശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ കേരള പോലീസിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. പ്രവർത്തകർ അങ്ങോട്ട് കയറാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ഭാഗത്ത് ഇവിടെ പ്രവർത്തകർ നേരത്തെ ഇവിടെ സംഘടിച്ച് ചെറിയൊരു സംഘർഷമുണ്ടായ സ്ഥലമാണ് ഇവിടെ. ഇത് പക്ഷേ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇതാണ് ആ പ്രധാന ഗേറ്റ്. അതിനുള്ളിലാണ് കേരള പോലീസിന്റെ സന്നാഹത്തിന് പുറകിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുരക്ഷയ്ക്കെത്തിയ, അവരുടെ പിന്തുണയ്ക്കെത്തിയ കേന്ദ്ര സംഘമുള്ളത്, കേന്ദ്ര പോലീസ് ഉദ്യോഗസ്ഥർ, സേനാ സംഘമുള്ളത്. ഇതിനുമിടയിൽ, അതായത് പ്രവർത്തകർക്കുമിടയിൽ ഇവിടെ ഈ ഭാഗം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. പ്രവർത്തകർ ഇവിടേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ ഈ ഭാഗത്തൊക്കെ പോലീസിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. DCP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഈ ഗേറ്റ് വേണമെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നാലും അവർക്ക് ഇതുവഴി പോകാനുള്ള ഒരു ക്രമീകരണം കൂടി ഒരുക്കിയാണ് ഇപ്പോൾ പോലീസ് ഈ രീതി പ്രവർത്തകർക്ക് ഇടയിൽ ഒരു മതിൽ തീർത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒന്ന്, അരുൺ വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീടാണ്. ആ വീട്ടിലാണ് പിണറായി വിജയനും വീണ വിജയനും ഉള്ളത്. അവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റൊരു ദൃശ്യം കാണുന്നത് കണ്ണൂരിലെ പാണ്ഡ്യാലമുക്കിലെ വീടാണ്. പിണറായി വിജയന്റെ സ്വന്തം വീടാണ്. അവിടെ ED ഉദ്യോഗസ്ഥർ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. അവിടെ ED ഉദ്യോഗസ്ഥർക്ക് വെളിയിലേക്ക് വരുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് എന്നാണ് കരുതുന്നത്. അവിടെ നേതാക്കളുമായിട്ടും സംസാരിക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നതാണ് നേതാക്കൾ. പക്ഷേ അവിടെ നേരത്തെ KV ബൈജു നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ED ഉദ്യോഗസ്ഥരെ തടയുവാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു.
ഉണ്ടായിരുന്നു. അവർ പ്രകോപനപരമായിട്ട് തന്നെ CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു കൂടിയാലോചന അവിടെ നടക്കുന്നത്. അരുൺ തുടർന്നോളൂ. ഇപ്പോൾ തിരുവനന്തപുരത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നേതാക്കൾ MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. ആ പ്രവർത്തകർക്കും ഈ പ്രധാന ഗേറ്റിനും ഇടയിലാണ് പോലീസ് സന്നാഹം, DCPയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് സന്നാഹം ഇവിടെ ഉള്ളത്. ഒരു തരത്തിലും പ്രവർത്തകർക്ക് ഇനി ഇങ്ങോട്ട് വരാൻ കഴിയാത്ത തരത്തിൽ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടൊരു ബാരിക്കേഡ് അവിടെ തീർത്തിട്ടുണ്ട്, മതിൽ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉദ്യോഗസ്ഥർക്ക് ഈ റെയ്ഡ് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ ചില ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവർക്കിനി പുറത്തേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലൊരു തടസ്സം ഇവിടെ ഉണ്ടാകില്ല. വേണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ക്രമീകരണങ്ങളടക്കം ചെയ്താണ് ഇവിടെ പോലീസ് സന്നാഹം ഇപ്പോൾ നിൽക്കുന്നത്. അകത്ത് നമ്മൾ നേരത്തെ കാണുന്ന പോലെ ഈ കേന്ദ്ര സേനയിലെ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു വലിയ ഒരു നിര പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അനായാസം ഇതുവഴി ഈ ബേക്കറി ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകാൻ കഴിയും. അവിടെ കാര്യമായ പ്രവർത്തകരുടെ സാന്നിധ്യമില്ല. പ്രവർത്തകരെല്ലാം ഈ ഗേറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട MV ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കൾ നിൽക്കുന്ന ഭാഗത്തിന് പുറകുവശത്തേക്ക് പാരീസ് റോഡിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അനായാസം വേണമെങ്കിൽ ഈ റെയ്ഡ് അവസാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് അരുൺ നൽകിയ വിവരങ്ങൾ. ഇതാണ് അത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന വീടിന് തൊട്ട് മുന്നിൽ പ്രവർത്തകരില്ല. അവർ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. റോഡിൽ കുത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ബാരിക്കേഡ് രീതിയിൽ പോലീസ് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് റെയ്ഡ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി ഉണ്ടാകും. CPM നേതാക്കൾ വൈകാരികമായിട്ട് തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടും ഉണ്ട്. VD സതീശൻ കൂടി, മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ റെയ്ഡ് എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല അത് നിഷേധിക്കുകയും ചെയ്തു. MV ഗോവിന്ദനും P ജയരാജനും അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തെരുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ വീടിന് മുന്നിലും നേതാക്കൾ എത്തിയിരുന്നു. ഇപ്പോൾ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. KK ശൈലജയെ പോലെയുള്ള നേതാക്കളും എത്തിയിരുന്നു. എല്ലാവർക്കും അറിയാലോ, തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കുറേ കാലമായി ഈ പ്രശ്നം ഇങ്ങനെ പറയുകയാണ്. എന്നാൽ അതിനൊന്നും കഴമ്പില്ലെന്ന് നിരവധി അവസരങ്ങളിൽ തെളിയിക്കപ്പെട്ടുള്ളതാണ് എല്ലാവർക്കും പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം പോലും കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധന CPMന്റെ നേതാക്കന്മാർക്കെതിരായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പിണറായിക്കും കുടുംബത്തിനുമെതിരായിട്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങളെല്ലാം കണ്ടതാണ്. മാത്യു കൊഴുനാടൻ്റെ കേസിൻ്റെ വിധിയുടെയൊക്കെ ഭാഗമായിട്ട് വീണ വിജയൻ്റെ എക്സാലോജി കേസിൻ്റെ വിധിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. BJPയുടെ ഒത്താശയോടുകൂടിയാണ്. അതിൻ്റെ ഭാഗമായി CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ തകർക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. ഞങ്ങളെന്നാൽ അത് തടസ്സപ്പെടുത്താനോ അങ്ങനെ ഒന്നും മുതിരുന്നില്ല. അതെല്ലാം നടക്കട്ടെ, നമുക്ക് കാണാം അത്. പക്ഷേ ഇന്ന് കേരളത്തിലുടനീളം വളരെ വ്യാപകമായി വളരെ ഒരു ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ റെയ്ഡിൽ സഖാവ് പിണറായിക്കെതിരെ പാർട്ടിക്കെതിരെ നടത്തുന്ന ഈ റെയ്ഡിൽ ശക്തമായി കേരളത്തിലെ CPMഉം ഇടതുപക്ഷവും എല്ലാം പ്രതിഷേധിക്കും. ആ പ്രതിഷേധമാണ് നിങ്ങളിവിടെ കാണുന്നത്. കേരളത്തിലുടനീളം ആ പ്രതിഷേധം അലയടിച്ചു വരികയാണ്. ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമാണ്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും CPMനെ തകർക്കാനുള്ള പദ്ധതി സംഘപരിവാരം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. അതിന്റെ തുടർച്ചയായി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാംസ്കാരിക മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിയാലോചന നടന്നത്.
കൂടിക്കാഴ്ച നടന്നല്ലോ. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പിണറായിയുടെ വീട്ടിൽ റെയ്ഡ്, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ്, അതുപോലെ റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങാണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ. അത് സമൂഹം തിരിച്ചറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയല്ല, CPM-നെതിരായിട്ടുള്ള വേട്ടയാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. നിയമപരമായി നേരിടാൻ ഇപ്പം കഴിയാത്തത് എന്താ? ഇതിൽ വീണാ വിജയൻ കക്ഷിയേയല്ല. വീണാ വിജയനെതിരായി നേരത്തെ കൊടുത്ത കേസുണ്ടല്ലോ, മാത്യു കുഴൽനാടൻ. ആ കേസെല്ലാം തിരുവനന്തപുരം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളുക മാത്രമല്ല, അതിനുശേഷം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിയതാണ്. മാത്യു കുഴൽനാടിനെതിരായി ശക്തമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചതുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരാതി കൊടുത്ത കോൺഗ്രസ്, കെജ്രിവാളിനെതിരായി കേസ് കൊടുത്ത കോൺഗ്രസിന്റെ നേതാവാണ്. ആ കോൺഗ്രസ് കൊടുത്ത കേസാണ് അവസാനം കോടതി കഴമ്പില്ലെന്ന് പറഞ്ഞിട്ട് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയത്. അപ്പൊ കോൺഗ്രസ് BJP-യുമായി ചേർന്നുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിൽ കയറ്റി. അതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ ജയിലിൽ കയറ്റാനാണ് അവർ നോക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങളുടെ മനസ്സിലാണ് പിണറായി വിജയന്റെ സ്ഥാനം. ഞാൻ കാണുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പവർഫുള്ളായ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വരുതിയിലാക്കുവാനായിട്ട് EDയെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന വളരെയധികം ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും എത്രയോ സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടോ? 10,000-ഓളം സ്ഥലങ്ങളിലാണ്. പക്ഷേ നമ്മളിത് കാണുന്നത് കൃത്യമായി രാഷ്ട്രീയത്തിൽ. പിന്നെ നമുക്ക് നിയമം, അത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള LDFനുള്ള കരുത്തുണ്ട്. കറക്റ്റ് അല്ല, ഇത് SFI ഇതിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസ് കോടതി നിലനിർത്തുന്നുണ്ട്. അതേ ബാധ്യത തന്നെയാണ് EDയും പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം SFI ഓക്കെ, ഞാൻ പറഞ്ഞത് അതാണല്ലോ, നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ഉടനീളം കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള പവർഫുള്ളുള്ള നേതാക്കന്മാരെ വാടകയ്ക്കുവാൻ വേണ്ടി EDയെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത്രയും നാളും പറഞ്ഞത് എന്തായിരുന്നു? BJP-ആയിട്ട് ഡീലാണ് നമ്പർ 1. ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇപ്പുറത്ത് ഇപ്പം എന്താ പറയാനുള്ളത്? ഒന്നുമില്ലല്ലോ. അത് നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ഇതിൻ്റെ ഭാഗമായിരിക്കും. അല്ല, ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട്. 10 വർഷമായല്ലോ ഇതിൻ്റെ പുറമെ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നു. വരട്ടെ. ഈ മുഖ്യമന്ത്രി സ്ഥാനം പോലും തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ വന്നതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഗൂഢാലോചനകളോ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ എല്ലാം കാണും. അന്വേഷണമല്ലേ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകമായി കമൻ്റ് ചെയ്യേണ്ടതില്ല. അത് അതിൻ്റെ നിലയ്ക്ക് സുതാര്യമായി ആ കാര്യങ്ങൾ നടക്കട്ടെ. അതേക്കുറിച്ച് കൂടുതലായി നമ്മൾ കമൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല. ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് CPM ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അത് ഇതൊന്നും ബന്ധമില്ലല്ലോ, നമുക്കറിയുന്ന കാര്യമല്ലേ. ഇത് വേറെ കാര്യമാണ്. ഇല്ല, അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, പറയുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം. അതും ഇതുമായിട്ട് ബന്ധമില്ല. ആരോപണങ്ങൾ തള്ളിക്കളയുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ സ്വന്തം വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്. അവിടെ അല്പം മുമ്പ് കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടെ ED ഉദ്യോഗസ്ഥർ CPM നേതാക്കളുമായിട്ടും പോലീസുമായും സംസാരിച്ചിരുന്നു. ED റെയ്ഡ് നടത്തി അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്, സുഗമമായി അവർക്ക് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും വീടിന് മുന്നിൽ നിന്ന് പ്രതിഷേധക്കാർ മാറിയിട്ടുണ്ട്. കുറച്ചകലെയാണ്. അവിടെ
പോലീസ് ബാരിക്കേഡ് തീർത്ത് കൂടുതൽ പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. ED റെയ്ഡ് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അതുമാത്രമല്ല റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ED ആസ്ഥാനത്തേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ സാഹചര്യം അത്ര പന്തിയല്ല, അവിടെ പ്രതിഷേധം നടക്കുന്നു എന്നുള്ള കാര്യം. എന്തായാലും റെയ്ഡ് നടക്കുകയാണ്. CMRലുമായിട്ടുള്ള എക്സാലോജിക് കമ്പനിയുടെയും വീണ വിജയന്റെയും ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ അനുകൂല വിധി ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് ഈ പരിശോധന നടക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.